ഹലോ, അപ്പോൾ നമുക്ക് നേരിട്ട് കാര്യത്തിൽ കിടക്കാം. ഇതൊരു കേരള ഗവൺമെൻറ്റിൻ്റെ സർക്കാർ ജോലിയുടെ ഒരു നോട്ടിഫിക്കേഷനാണ്. അതിൻ്റെ ഫുൾ ഡീറ്റെയിൽസ് ഇവിടെ നമുക്ക് ഓരോന്നോരോന്നായി നോക്കാം. ഇത് ആപ്ലിക്കേഷൻ ഓപ്പൺ ആയിരിക്കുന്നത് 8 ജാനുവരി 2026 ആൾറെഡി ഓപ്പൺ ആയിരുന്നു. 10 മണിക്ക് രാവിലെ ഇത് സൈറ്റ് ഓപ്പൺ ആയിട്ടുണ്ട്. നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാൻ പറ്റും. ലാസ്റ്റ് ഡേറ്റ് 22 ജാനുവരിയാണ്. 22 ജാനുവരി, അതായത് ജനുവരി 22 വരെ ഇനിയും 10 ദിവസത്തെ ടൈമുണ്ട് അപേക്ഷിക്കാൻ. ഓക്കെ, അപ്പോൾ ഇതിൻ്റെ ഓരോന്നോരോന്നായി നോക്കണം. നമുക്ക് ടോട്ടൽ വേക്കൻസി എത്രയാണ്? 121 പോസ്റ്റാണ്. മോഡ് ഓഫ് അപ്ലൈ ഓൺലൈൻ. ആപ്ലിക്കേഷൻ 22-ാം തീയതി, അതായത് 8 ജാനുവരി മുതൽ 22 ജാനുവരി വരെ 22 ജാനുവരി അപേക്ഷിക്കാൻ പറ്റും. ഏജ് ലിമിറ്റ് അപ് ടു 36 വയസ്സ്. 36 വയസ്സുള്ളവർ. ഇതൊരു കോൺട്രാക്ട് ബേസിലാണ്. 1 ഇയർ കോൺട്രാക്റ്റാണ് അതിൽ സെലക്ഷനായി കിട്ടുക. പക്ഷേ റിന്യൂവൽ ബേസിസാണ്, പ്രത്യേകം മനസ്സിലാക്കുക. ഓക്കെ, ഇനി വന്നിട്ട് നോക്കാനുള്ള പോസ്റ്റ് വൈസ് വേക്കൻസി ആൻഡ് സാലറി. അതായത് സോയിൽ സർവേ ഓഫീസർ 12, റിസർച്ച് അസിസ്റ്റൻറ്റ് 12. അവരുടെയൊക്കെ സാലറി കൊടുത്തിട്ടുണ്ട്. ഒക്കെ 46,230 വരെ സാലറി കിട്ടും. അപ് ടു ദാറ്റ് സാലറിയാണ്. പിന്നെ GIS എക്സ്പേർട്ട് 32,550. പ്രൊജക്ട് കൺസൾട്ടൻറ്റ് 50,000. ഡാറ്റ എൻട്രി ഓപ്പറേറ്റർ 7 വേക്കൻസി ഉണ്ട്. ഡാറ്റ എൻട്രി ഓപ്പറേറ്റർക്ക് 22,240. ഫീൽഡ് അസിസ്റ്റൻറ്റ് 26 വേക്കൻസി ഉണ്ട്. 21,070 ശമ്പളം. ലാബ് അസിസ്റ്റൻറ്റ് 7, 21,070. ലസ്കാർ 28, 19,310. ലാബ് അറ്റൻഡർ 7, 19,310. അങ്ങനെ ഇത്രയും വേക്കൻസിയാണ് അവൈലബിൾ ഉള്ളത്. അപ്പോൾ ഇനി എലിജിബിലിറ്റി നോക്കാം. നമുക്ക് എലിജിബിലിറ്റി ക്വിക്ക് വ്യൂ ആണിത്. പെട്ടെന്ന് പറഞ്ഞു പോകാൻ വേണ്ടിയിട്ടാണ് ഞാനിത് ഇങ്ങനെ ഉണ്ടാക്കിക്കാണ്. ഓക്കെ, അപ്പോൾ സോയിൽ സർവേ ഓഫീസർ റിസർച്ച് അസിസ്റ്റൻ്റ് ആണെങ്കിൽ BSc അഗ്രികൾച്ചറൽ പാസ്സായിരുന്നതായിരിക്കണം. GIS എക്സ്പെർട്ടാണ് PG ഇൻ ജിയോ ഇൻഫോർമാറ്റിക്സ് പാസ്സായ ആളായിരിക്കണം. ഡാറ്റ എൻട്രി ഓപ്പറേറ്റർ ആണെങ്കിൽ 12ാം ക്ലാസ് പാസും DCA ഡിപ്ലോമ ഇൻ കമ്പ്യൂട്ടർ ആപ്ലിക്കേഷൻസ് പാസ്സായ ആളായിരിക്കണം. ഫീൽഡ് അസിസ്റ്റൻറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ VHSC പാസ്സായിട്ട് അതിൽ അഗ്രികൾച്ചറൽ VHSC പാസ്സായ ആളായിരിക്കണം. ലേബ് അസിസ്റ്റൻ്റ് ആണെങ്കിൽ BSc ലൈഫ് സയൻസ്, കെമിസ്ട്രി ആൾസോ പ്രിഫേർഡ്. ഇവിടെ പ്രത്യേകത ഉണ്ട്. കെമിസ്ട്രി BSc ലൈഫ് സയൻസാണ് വേണ്ടത്, കെമിസ്ട്രിയും പ്രിഫർ ചെയ്യും. പിന്നെ ലസ്കാർ ആൻഡ് ലാബ് അറ്റൻഡർ SSLC പാസ് മതി. പ്രൊജക്ട് കൺസൾട്ടൻറ്റ് 15 ഇയേഴ്സ് ഓഫ് സോയിൽ സർവേ എക്സ്പീരിയൻസ്. അതായത് സോയിൽ സർവേ എക്സ്പീരിയൻസ്, മണ്ണ് പരിശോധനയിൽ എക്സ്പീരിയൻസ്, പ്രൊജക്ട് കൺസൾട്ടൻ്റ്. ഓക്കെ, ഇനി അടുത്തതായിട്ട് പറയുകയാണെങ്കിൽ നോട്ട് ഡിഗ്രി ഓർ പ്രൊഫഷണൽ സർട്ടിഫിക്കറ്റ് ഈസ് മാൻഡേറ്ററി. അതായത് വെറുതെ ഉണ്ടെന്ന് പറഞ്ഞിട്ട് കാര്യമില്ല, നമ്മുടെ കയ്യിൽ സർട്ടിഫിക്കറ്റ് ഉണ്ടായിരിക്കണം എന്നാണ് പറയുന്നത്. ഏജ് ലിമിറ്റ് 1/8/2025 36 വയസ്സിൽ മാക്സിമം ആവാൻ പാടും. പ്രോജക്റ്റ് കൺസൾട്ടൻ്റ് ആണെങ്കിൽ, അതായത് ഇവിടെ ഈ കാണിച്ച പോസ്റ്റിന്, ഈ ലാസ്റ്റ് പോസ്റ്റ് 15 ഇയേഴ്സ്, അത് വയസ്സ് നോ ലിമിറ്റാണ്. റിലാക്സേഷൻ ആസ് പെർ ഗവൺമെൻറ് റൂൾസ്. കേരള ഗവൺമെൻറ് റൂൾസ് പ്രകാരം മറ്റ് പോസ്റ്റിൽ SC ST എക്സ് സർവീസ്മാൻ അങ്ങനെ വരുന്ന പോസ്റ്റുകൾക്ക് റിലാക്സേഷൻ ഉണ്ടായിരിക്കും. പിന്നെ എക്സ്പീരിയൻസ് റിക്വയർഡ്. അതായത് ഈ 3 പോസ്റ്റിന് എക്സ്പീരിയൻസ് ആവശ്യമാണ്. അതായത് പ്രൊജക്ട് കൺസൾട്ടൻ്റ് ആണെങ്കിൽ 15 ഇയേഴ്സ്, ആൾറെഡി അവിടെ പറഞ്ഞു. DEO ആണെങ്കിൽ 1 ഇയർ. സോയിൽ സർവേ ഓഫീസർ റിസർച്ച് അസിസ്റ്റൻ്റ് ആണെങ്കിൽ 6 മന്ത്സ്. ഡിസൈറബിൾ ആണിത്. 6 മന്ത്സ് ഉണ്ടെങ്കിൽ പ്രിഫറബിൾ ആണെന്ന് മീനിങ്. ഓക്കെ, കട്ട് ഓഫ് ഡേറ്റ് 1 ജാനുവരി 2026. ഓക്കെ, ഇത് ഈ എക്സ്പീരിയൻസിൻ്റെയും മറ്റു കാര്യം. സെലക്ഷൻ പ്രോസസ്സ്. കാൻഡിഡേറ്റ്സ് വിൽ ബി സെലക്റ്റഡ് ത്രൂ വൺ ഓർ മോർ ഓഫ് ദ ഫോളോയിങ്. അതായത് ഒരു റിട്ടൺ ടെസ്റ്റ് ഉണ്ടായിരിക്കും. പിന്നെ സ്കിൽ ആൻഡ് കമ്പ്യൂട്ടർ ടെസ്റ്റ്, അതായത് കമ്പ്യൂട്ടർ ഓപ്പറേറ്റർ ഉള്ളത്, അപ്പോൾ അവർക്കത്. പിന്നെ ഗ്രൂപ്പ് ഡിസ്കഷൻ, പേഴ്സണൽ ഇൻ്റർവ്യൂ. ഷോർട്ട് ലിസ്റ്റഡ് കാൻഡിഡേറ്റ് വിൽ ബി ഇൻഫോംഡ് ബൈ ഇമെയിൽ ഓർ SMS. അതായത് ഇതെല്ലാം കഴിഞ്ഞ ആൾക്കാരെ ഷോർട്ട് ലിസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഇമെയിൽ വഴി SMS വഴി അയക്കും. അപ്പോൾ നിങ്ങൾക്ക് ഇത് അപ്ലൈ ചെയ്യണമെങ്കിൽ എന്തൊക്കെ വേണം? ഒരു ഫോട്ടോ 200 KB താഴെയുള്ളത് JPG ഫോർമാറ്റിൽ, സിഗ്നേച്ചർ ഒരു JPG ഫോർമാറ്റിൽ 50 KB താഴെ, ഡിഗ്രി ഡിപ്ലോമ സർട്ടിഫിക്കറ്റ്, അതായത് ഓരോരോ പോസ്റ്റിന് വേണ്ട സർട്ടിഫിക്കറ്റിൻ്റെ കോപ്പി സ്കാൻ ചെയ്ത് നിങ്ങളുടെ ഡെസ്ക്ടോപ്പിലോ എവിടെച്ചാൽ വെച്ചിട്ട് വേണം ഇതിലേക്ക് എൻട്രി ചെയ്യാൻ. എക്സ്പീരിയൻസ് സർട്ടിഫിക്കറ്റ് വേണ്ടത്, അത് അഫിഡവിറ്റ് ഈഫ് റിക്വയർഡ്. ഓക്കെ, അഫിഡവിറ്റ് എന്ന് പറയുമ്പോൾ വേറെ ഡിപ്പാർട്ട്മെൻറ്റിലൊക്കെ വർക്കുമ്പോൾ അതുകൊണ്ട് ഇമ്പോർട്ടൻറ്റ് ഡേറ്റ്സ്. ഈവൻറ്റ് ഡേറ്റ് ആപ്ലിക്കേഷൻ സ്റ്റാർട്ടായി 8 ജനുവരി. ലാസ്റ്റ് ഡേറ്റ് 22 ജാനുവരി. ഏജ് കട്ട് ഓഫ് 1 ഓഗസ്റ്റ്. അപ്പോൾ വയസ്സ് എങ്ങനെ കാൽക്കുലേറ്റ് ചെയ്യുക എന്നുള്ളത് ഒരു കൺഫ്യൂഷനും വേണ്ട. 1 ഓഗസ്റ്റ് 2025 വയസ്സാണ് കാൽക്കുലേറ്റ് ചെയ്യുക. ഓക്കെ, പിന്നെ എക്സ്പീരിയൻസ് കട്ട് ഓഫ് 1 ജാനുവരി 2026. ഓക്കെ, അങ്ങനെയാണ് അതിന് കട്ട് ഓഫ് ഡേറ്റും കൊടുത്തിട്ടുണ്ട്. അപ്പോൾ സെപ്പറേറ്റ് ആപ്ലിക്കേഷൻ നീഡഡ് ഫോർ ഈച്ച് പോസ്റ്റ്. ഇപ്പോൾ ഒരാൾക്ക് തന്നെ അതിൽ 2-3 ആപ്ലിക്കേഷൻ ഇടാൻ പറ്റും. ഇതിൽ സാധാരണ പലതിലും അങ്ങനെ ഇടാൻ പറ്റില്ല എന്നാണ് പറയൽ. അപ്പോൾ ഇതിൽ ഇടാൻ പറ്റും, പക്ഷേ അത് സെപ്പറേറ്റ് ആപ്ലിക്കേഷൻ ഇടണം.
ഇമ്പോർട്ടൻ്റ് ആയിട്ട് ഡീറ്റെയിൽസ് മസ്റ്റ് മാച്ച് സർട്ടിഫിക്കറ്റ്സ്. അതായത് നിങ്ങളതിൽ ആപ്ലിക്കേഷൻ ഓൺലൈനിൽ പറയുന്നതും നിങ്ങളുടെ സർട്ടിഫിക്കറ്റ് മാച്ച് ആയിരിക്കണം. അപ്ലോഡ് ക്ലിയർ ആൻഡ് റീഡബിൾ ഡോക്യുമെൻറ്റ്സ്. അതായത് ക്ലിയർ ആയിട്ട് ഡോക്യുമെൻറ്റ്. ചെക്ക് ഇമെയിൽ ആൻഡ് സ്പാം ഫോൾഡർ റെഗുലർലി. അപ്ലൈ ചെയ്തതിന് ശേഷം റെഗുലർലി വന്നിട്ടില്ലെങ്കിൽ ഇമെയിലും സ്പാം ഫോൾഡറും ചെക്ക് ചെയ്യുക. റോങ് ഓർ ബ്ലർഡ് ഡോക്യുമെൻറ്റ്സ് ഈസ് ഈക്വൽ ടു റിജക്ഷൻ. അതായത് നിങ്ങൾ വായിക്കാനൊന്നും പറ്റാത്ത സാധനം അതിൽ എൻ്റർ ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ അവർ റിജക്റ്റ് ചെയ്യും. പിന്നെ അത് അന്വേഷിച്ചിട്ടൊന്നും കാര്യമില്ല. അപ്പോൾ നോക്കുക, അപ്ലോഡ് ചെയ്യുന്നതിന് മുന്നേ ക്ലിയർ ആണോ നോക്കുക, എന്നിട്ട് അപ്ലൈ ചെയ്യുക. ഓക്കെ, അപ്പോൾ ഇനി അടുത്തത് എങ്ങനെ ഇത് അപ്ലൈ ചെയ്യും എന്നുള്ളതാണ് അടുത്തത്. ഓക്കെ, അപ്പോൾ ഹൗ ടു അപ്ലൈ ഓൺലൈൻ. ജസ്റ്റ് ഈ സൈറ്റ് വിസിറ്റ് ചെയ്യുക. cmd.kerala.gov.in വിസിറ്റ് ചെയ്യാം. ഓക്കെ, ഇതിൽ വിസിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഒരു സാധനം കാണും, ഫൈൻഡ് DSSC മൾട്ടിപ്പിൾ പോസ്റ്റ് റിക്രൂട്ട്മെൻറ്റ് 2000. അപ്പോൾ അതിൽ ഗവൺമെൻറ് നോട്ടിഫിക്കേഷൻ കിട്ടും. അത് ഡൗൺലോഡ് ചെയ്യുക അല്ലെങ്കിൽ വായിക്കുക. ക്ലിക്ക് അപ്ലൈ ഓൺലൈൻ. അതായത് ക്ലിക്ക് അപ്ലൈ ഓൺലൈൻ എന്നുള്ള ബട്ടൺ അമർത്തുക. രജിസ്റ്റർ വിത്ത് ഇമെയിൽ ആൻഡ് മൊബൈൽ നമ്പർ. ഫിൽ ആപ്ലിക്കേഷൻ ഫോം. അപ്ലോഡ് ഡോക്യുമെൻറ്റ്സ്. സബ്മിറ്റ് ആൻഡ് സേവ് പ്രിൻ്റ് ഔട്ട് ആൻഡ് ചെക്ക് റെഗുലർലി ആൻഡ് ഓക്കെ. പ്രിൻ്റ് ഔട്ട് കയ്യിൽ വയ്ക്കുക. പിന്നെ ഇമെയിലും SMS ഇടയ്ക്കിടയ്ക്ക് ചെക്ക് ചെയ്യുക. അപ്പോൾ കറക്റ്റായിട്ടുള്ള ഇമെയിലും കറക്റ്റായിട്ടുള്ള മൊബൈൽ നമ്പറും കൊടുക്കാൻ നോക്കുക. അപ്പോൾ ഇതിൽ വേറൊരു കാര്യം പറയാനുള്ളത്, ഇത് കേട്ടുകൊണ്ടിരിക്കുന്ന നിങ്ങൾക്കിത് അപ്ലൈ ചെയ്യാനോ വയസ്സ് കൊണ്ടോ പലതും കൊണ്ടും പറ്റില്ലെങ്കിൽ നിങ്ങളുടെ ഫാമിലി ഗ്രൂപ്പിലും ഫ്രണ്ട്സ് ഗ്രൂപ്പിലും ഇത് ഫോർവേഡ് ചെയ്ത് കൊടുക്കുക, അതിൻ്റെ യൂട്യൂബിൻ്റെ ലിങ്ക്. അപ്പോൾ അവർക്കത് ഉപയോഗപ്പെടും. ഓക്കെ, ഒരുപാട് ആൾക്കാർ ജോലിക്ക് വേണ്ടി ഇങ്ങനെ ട്രൈ ചെയ്തുകൊണ്ടിരിക്കുന്ന സമയമാണിപ്പോൾ. ഓക്കെ, അപ്പോൾ ഹെൽപ്പ് അതേഴ്സ് ആൾസോ. താങ്ക് യു.